സോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റപ്പാണ്. എൻ്റെ പേഴ്സണൽ റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റപ്പും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതൊരു ബിഗിനേഴ്സിനുള്ള ഗൈഡാണ് കേട്ടോ. സോ റിസ്ക് മാനേജ്മെൻറ്റ് ഒന്നും യൂസ് ചെയ്യാൻ അറിയാതെ എങ്ങനെയാണ് തോന്നിയ പോലെ ട്രേഡ് എടുക്കുന്നവർക്കുള്ളൊരു ചെറിയ വീഡിയോ ആണ്. സോ നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ, അതേപോലെ തന്നെ പ്രോപ്പർ എസ് എൽ വെക്കുന്നതിൻ്റെ കാര്യം, എവിടെ എസ് എൽ വെക്കണം, എങ്ങനെ എസ് എൽ വെക്കണം എന്നുള്ളൊരിത്. സോ അത് നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ചിരിക്കും. ഓക്കെ, മൂന്നാമത്തത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റപ്പിൻ്റെ ഒരു ഉപകാരപ്പെട്ട വീഡിയോന് എന്തായാലും ആയിരിക്കും. ഓക്കെ, സോ എന്തായാലും എല്ലാവരും മറക്കാതെ തന്നെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൽ ഫസ്റ്റുള്ള മെയിനായിട്ടുള്ള കാര്യമാണ് റിസ്ക് റിവാർഡ്. എന്താണ് റിസ്ക് റിവാർഡ്? നമ്മളിപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒരു $10,000. ഈ $10,000 നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് വെക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഡോളറാണ് റിസ്ക് വെക്കാൻ പോകുന്നത് എന്നുള്ളതിനാണ് നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ നമ്മൾ റിസ്ക് വെക്കാൻ പോകുന്നത് എപ്പോഴും 1%ഓ 2%ഓ ആയിരിക്കണം അക്കൗണ്ടിൻ്റെ. അതായത് $10,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ $100 $200 ആയിരിക്കണം അക്കൗണ്ടിൽ റിസ്ക് വെക്കേണ്ടത്. ഓക്കെ, സോ അത് $100 കൂടാനും പാടില്ല. ഓക്കെ, $100 കുറയാനും പാടില്ല. പെർഫെക്റ്റ് 100 തന്നെ വെക്കുക. അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ നമ്മൾ റിവാർഡ്, റിസ്ക് നമ്മൾ 1% 2% ആയിരിക്കും. ഇപ്പോൾ ഇനി റിവാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവാർഡ് 1% റിസ്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് 1% ആണെന്നുണ്ടെങ്കിൽ റിവാർഡ് 2%ഓ 3%ഓ ആയിരിക്കണം. ഓക്കെ, സോ അത് നമ്മുടെ സെറ്റപ്പിനനുസരിച്ചാണ്. എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ചിലയിടത്തത് 1:3 1:4 1:5 1:10 ഒക്കെ കിട്ടുന്നവരുണ്ട്. ഓക്കെ, എൻ്റെ ഇതിൽ 1:2 ആണ് എനിക്ക് മാക്സിമം കിട്ടൽ. ചില ടൈമിൽ മാത്രം എനിക്ക് 1:3 കിട്ടലുണ്ട്. ഓക്കെ, 1:2 ആണ് എൻ്റെ സെറ്റപ്പിൽ. ചിലർക്ക് 1:3 ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ലോവർ ടൈം ഫ്രെയിമിൽ പോണവർക്കൊക്കെ 1:3 ഈസി ആയിട്ട് കിട്ടുന്നവരുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ 2% ആണ് റിസ്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ കാണിച്ചു തരാം. സോ ഞാനിവിടെ റൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സ്കെച്ച് എവിടെ? 1 മിനിറ്റ്. ഓക്കെ, സോ നിങ്ങൾ 1% ആണ് റിസ്ക് വെക്കുന്നത്. ഓക്കെ, സോ 1% ആ റിസ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിവാർഡ് എന്തായിരിക്കണം? 2% ആയിരിക്കണം. ഓക്കെ, സോ ഈ 2% ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രേഡ് ഇപ്പോൾ നിങ്ങൾ 3 ട്രേഡ് എടുത്തു, വേണ്ട ഒരു 10 ട്രേഡ് എടുത്തു. 10 ട്രേഡിൽ 6 ട്രേഡ് എസ് എൽ അടിച്ചാലും 4 ട്രേഡ് ടി പി അടിച്ചാൽ മതി നിങ്ങളത് ബ്രേക്ക് ചെയ്യാനോ നിങ്ങൾ പ്രോഫിറ്റോ ആവാൻ. കത്തിയില്ലല്ലോ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. എന്താ അറിയോ? സോ 1% ആണ് റിസ്ക്. 1% റിസ്ക് വയ്ക്കുമ്പോൾ നമ്മൾ 6 ട്രേഡ് ലോസ് വരുമ്പോൾ നമ്മളെ നിന്ന് എത്രയാണ് പോകുന്നത്? 6 ട്രേഡ് ലോസ് വരുമ്പോൾ നമ്മളെ നിന്ന് പോണത് 6% ആണ്. ഓക്കെ, 6% ആണ് നമ്മൾ ലോസ് വരുന്നത്. എന്നാൽ 4 ട്രേഡ് നമുക്ക് വിന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഒരു 1:2 ആണെന്നുണ്ടെങ്കിൽ 2%, 2 × 4 എത്രയാ? 4 ട്രേഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് 2% കിട്ടി. അപ്പോൾ 2 × 4 എത്രയാണ്? 8. കറക്റ്റ് അല്ലേ? 8% നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ? സോ 1:2 റേഷ്യോ അവിടെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ഇത് നമുക്ക് 1:2, അതായത് ഫുൾ ടി പി അടിക്കുമ്പോഴാണ് കേട്ടോ. സോ ഒരു ട്രേഡിൽ 2, രണ്ടാമത്തെ ട്രേഡിൽ 4, മൂന്നാമത്തെ ട്രേഡിൽ 6, നാലാമത്തെ ട്രേഡിൽ 8. സോ 8% നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുകയാണ്. സോ 6 ട്രേഡ് പോയി, അപ്പോൾ 6% പോയി. പക്ഷെ 4 ട്രേഡ് അവിടെ ടി പി അടിച്ചപ്പോൾ നമുക്ക് 8% കിട്ടി. അപ്പോൾ എന്താണ്? ആ ലോസും അവിടെ റീകവറായി. നമ്മൾ ടോട്ടൽ 2% നമ്മളവിടെ പ്രോഫിറ്റാണ് അല്ലേ? സോ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പവർ. റിസ്ക് റിവാർഡ് റേഷ്യോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഓക്കെ, ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഞാനിവിടെ BTCയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
BTCയിൽ ഇത് റിവേഴ്സിബിൾ ട്രെൻഡ് സ്ട്രാറ്റജി എന്നാണ് എൻ്റെ സെറ്റപ്പിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് പലതും ആയിരിക്കും, പല സ്ട്രാറ്റജീസ് ഉണ്ട്, പലതും ആയിരിക്കും. സോ എനിക്ക് ട്രേഡ് എടുക്കേണ്ടത് ഇവിടെയാണ്, കാരണം എനിക്ക് ഇവിടെ നിന്നാണ് ബ്രേക്ക് കിട്ടിയത്. സോ ഞാൻ ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇതിൻ്റെ മേലെയാണ്, ഈ ഒരു റേഞ്ചിലാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 650 650 എൻ്റെ സ്റ്റോപ്പ് ലോസ്. കറക്റ്റ് 650 ഞാൻ വെച്ചു. ഓക്കെ, 650 ആവുമ്പോൾ എനിക്ക് 1:2 ആണ് എനിക്ക് വേണ്ടത്. സോ നമ്മളെ സെറ്റപ്പിനനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് 1:10 ഒക്കെ നീട്ടി വരച്ച് വെക്കാം കേട്ടോ. സോ അതൊന്നും നമ്മൾ വെക്കുന്നില്ല, കാരണം അതൊന്നും വെച്ചിട്ട് കാര്യമില്ല, അതൊന്നും എത്തില്ല. നമുക്ക് 1:2 മതി. ഓക്കെ, 1:2 അത് നിങ്ങളെ സെറ്റപ്പിനനുസരിച്ചാണ്. ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1:3 1:4 ഒക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സോ അവിടെ അപ്പം എന്താണ്, പ്രോബബിലിറ്റിയും കുറയും, ആക്യുറസിയും കുറയും. സോ അത് ഓരോരുത്തരുടെ സെറ്റപ്പിനനുസരിച്ചാണ്. നിങ്ങളെ സെറ്റപ്പിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, എൻ്റെ സെറ്റപ്പിൽ 1:2 ആണ്. അപ്പോൾ 650 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 1300 ആണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിറക്കി 1300 ഞാൻ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു. ഓക്കെ, 1300. ഓക്കെ, 1300 ഓക്കെ, 1300 ഞാൻ കറക്റ്റ് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ നോക്കി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നടുവിൽ തന്നെ കാണാൻ പറ്റും റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞിട്ട്. സോ 2 വേണ്ടത്, അതായത് 1:2 റിസ്ക് റിവാർഡ്. ഇത് 1%, ഇത് 2%. മനസ്സിലായോ കാര്യങ്ങൾ? ഇത്രയും സിമ്പിളാണ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെ റിവാർഡ് സെറ്റപ്പ്. ഇനി MT5-ലായിക്കോട്ടെ, മാച്ച് ട്രേഡിലായിക്കോട്ടെ, ട്രേഡ് ലോക്കറിലായിക്കോട്ടെ, ഇങ്ങനെയാണ് നിങ്ങൾ മാത് സെറ്റപ്പ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുക. ചിലർ ലിമിറ്റ് വെക്കുന്നവരായിരിക്കും, ലിമിറ്റ് വെക്കുന്നവർക്ക് ഒന്നും കൂടി അടിപൊളിയായിരിക്കും. മാർക്കറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കിടക്കും മാറും ചെറിയ ചെറിയ പോയിൻറ്റ്സ്. എന്നാലും പ്രശ്നമില്ല, നിങ്ങൾ ഇതിനനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക് റിവാർഡ്. ഓക്കെ, സോ ഇനി ഇതെങ്ങനെ നമുക്ക് MT5-ൽ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, MT5-ൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. ഞാൻ മൊബൈലിൽ വരാം. ഓക്കെ, സോ നമുക്ക് മൊബൈലിൽ കണ്ടിന്യൂ ചെയ്യാം. സോ MT5 എടുത്തു. MT5-ൽ BTCൻ്റെ ചാർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാനിത് ട്രേഡൊന്നും ഇട്ടിട്ടില്ല, കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾ MT5-ലാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ. സോ നിങ്ങൾ ഏറ്റവും മുകളിൽ ഈ ഒരു ബട്ടൺ, സോ അത് ലിമിറ്റ് ഓർഡർ വെക്കുന്നതിൻ്റെ ബട്ടണാണ് കേട്ടോ. ലിമിറ്റ് ഓർഡർ വെക്കുന്നതിൻ്റെ ബട്ടണിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇതാക്കുക. നിങ്ങൾക്ക് സെല്ലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ ഇതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ അത് സെല്ലായിക്കോളും. ഓക്കെ, മാർക്കറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് സെറ്റ് ചെയ്യുക ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ് മാർക്കറ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഓർഡറിൻ്റെ കുറച്ച് മുകളിലായിട്ട് വയ്ക്കുക, അപ്പോൾ സെല്ലായിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ കുറച്ച് അടിയിലായിട്ടാണ്, അത് ബൈ ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് അടിയിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് ബൈ ആയിക്കോളും. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെയാണ് വെക്കേണ്ടത്. സോ മാർക്കറ്റിൽ എനിക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ സെൽ ഓർഡർ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ SL അടിയിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും കേട്ടോ. അടിയിൽ SL വെച്ചിട്ട് എനിക്ക് എത്ര ഡോളറാണ് വെക്കേണ്ടത്, എൻ്റെ അക്കൗണ്ടിൻ്റെ 1% എന്ന് പറയുന്നത് $1000 അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ കൂട്ടി കൊടുക്കുക ചെയ്യുക. ഓക്കെ, സോ ഇതൊരു 4 ലോട്ട് ഇട്ടു. 4 ലോട്ട് പറയുമ്പോൾ 2000 പോയി. അപ്പോൾ എനിക്ക് 1.8 ഇട്ട് നോക്കി, അപ്പോൾ അത് 1197 ആയി. ഞാൻ ഇനി 1.6 ഞെക്കി നോക്കി, അപ്പോൾ 64 ആയി. ഓക്കെ, സോ ഞാനത് 1.4 ആക്കിയപ്പോൾ 900 ആയി. അപ്പോൾ 1.5 ഇട്ടു, അപ്പോൾ കറക്റ്റായിട്ട് വന്നു. എന്നിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1000, അതായത് നിങ്ങളോട് കാണാൻ പറ്റും 1000 കറക്റ്റ് കൊണ്ടുവച്ചു. കാരണം കറക്റ്റായിട്ട് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവേണ്ടത് 1000 സോ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും 1000 1010 ആ റേഞ്ചിലൊക്കെ വെക്കുക. ഓക്കെ, ഞാനത് 1027 അതാ പോയോ. സോ നമുക്കൊന്നുകൂടി നോക്കാം. സോ ഈ റേഞ്ചിൽ വെച്ചു SL. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആവേണ്ടത്. ഇവിടെ വെച്ചു SL നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. സോ ഞാൻ കറക്റ്റായിട്ട് 1000 ഓക്കെ കറക്റ്റായിട്ട് 1001 ഡോളറിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് TP ഞെക്കുക. TPന്ന് കറക്റ്റ് കൊണ്ടുപോയിട്ട് 2013. ഓക്കെ, ഇത് കറക്റ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു സാധനം ഇങ്ങോട്ട് തോണ്ടി കൊടുത്താൽ മതി.
ഡൺ. മാർക്കറ്റിൽ അവിടെ ഓർഡർ എക്സിക്യൂട്ടായി, കണ്ടോ? സോ ഇനി അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ അത് ഓർഡർ സെല്ലാവും. കാരണം ഇത് നിങ്ങൾ ലിമിറ്റ് ഓർഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. ലിമിറ്റ് ഓർഡർ വെക്കാത്ത ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇതാണ് നമ്മൾ ആദ്യം ഞെക്കി, ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇത് ഞെക്കാതെ ഇത് ഞെക്കിയിട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് എത്രയാണോ, ഇത് ലിമിറ്റ് ഓർഡർ വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ റിയൽ ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അതായത് ഈ ലിമിറ്റ് ഓർഡർ കൊണ്ടുപോയിട്ട് നിങ്ങൾ മാർക്കറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുക. എന്നിട്ട് സെല്ലും കാര്യങ്ങളും ടിപിയും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് മാർക്കറ്റിൽ റിയലായിട്ട് സെല്ലാണോ ബൈ ആണോ ഞെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ ഡിലീറ്റ് ഓർഡർ കൊടുക്കുകയാണ്. സോ MT5 ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ആപ്പ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ MT5ലുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇനി നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തേതാണ് പ്രോപ്പറായിട്ട്, അതായത് എല്ലാവരുടെ സെറ്റപ്പിലും പ്രോപ്പറായിട്ട് എന്തുണ്ടാവില്ല, ഒരു 100% ഒന്നും ആക്യുറസി ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, സോ ഞാൻ അതിന് നിങ്ങൾക്കൊരു സൂത്ര വഴി പറഞ്ഞുതരാം. ഓക്കെ, സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ ട്രേഡ് ഇട്ടു. ഓക്കെ, സോ 1:2 റേഷ്യോയിലാണ് ട്രേഡ് എടുക്കുന്നത്. സോ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് എടുക്കണം. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണം. എനിക്ക് ഫുൾ ടാർഗറ്റ് ഒന്നും എൻ്റെ അടിക്കാറില്ല എൻ്റെ സ്ട്രാറ്റജിയിൽ. അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ടിപിയും കാര്യങ്ങളൊക്കെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. സോ 1:1 റേഷ്യോയിൽ എത്തുമ്പോൾ മാർക്ക് ചെയ്യാനുള്ള രീതിയിൽ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. സോ ഇതാണ് എൻ്റെ 1:1 എന്ന് വെക്കുക. സോ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. 1:1 എത്തുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് 1:1 എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിലാണ്, അതായത് 500 സംതിങ്ങിലാണ് എൻ്റെ 1:1 ഇരിക്കുന്നത്. സോ ഞാൻ എന്തായാലും അവിടെ എത്തുമ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു സ്കോലുണ്ടല്ലോ, അതായത് ഞാനിത് അവിടേക്ക് അടിയിലോട്ട് ഇറക്കി വെക്കുകയാണ്. സോ ഇവിടെയാണ് എൻ്റെ 1:1 വരുന്നത്. മനസ്സിലായല്ലോ? ഈ 1:1 എത്തുമ്പോൾ ഞാൻ മാർക്കറ്റിൽ എന്ത് ചെയ്യും, എൻ്റെ ഓർഡർ ഞാൻ ക്ലോസ് ചെയ്യും എന്നുള്ളത് ഞാൻ അവിടെ ഇതാക്കി വെക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ പകുതി 50% ഞാൻ ബുക്ക് ചെയ്യും. അതായത് ഞാനിപ്പോൾ എന്താ പറയുക, ഒരു ലോട്ടാണ് ഇട്ടത്. ഞാൻ ഒരു ലോട്ട് ഇട്ടു വിചാരിക്കുക, ഇതൊക്കെ എക്സാമ്പിളാണ് കേട്ടോ, ഒരു ലോട്ടൊന്നും ഇടാൻ പോകരുത്. ഒരു ലോട്ട് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പകുതി ആവുമ്പോൾ ഞാൻ 0.5, അതായത് 0.5 ഞാനിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, 0.5 ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ $1000 നിങ്ങളുടെ SL, അതേപോലെ തന്നെ $2000 നിങ്ങളുടെ TP എന്നുണ്ടെങ്കിൽ $500 ഞാനിവിടെ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, $500 പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ SL കൊണ്ടുപോയിട്ട് ഞാൻ ബ്രേക്ക് ഇവനിൽ കൊണ്ടുപോയി വയ്ക്കും. SL ഞാൻ ബ്രേക്ക് ഇവനിൽ കൊണ്ടുപോയി വെച്ചു. ഇനി ഈ ട്രേഡ് റിസ്ക് ഫ്രീ ട്രേഡാണ്. കാരണം എനിക്ക് ലോസ് വരാനില്ല, ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഈ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രേക്ക് ഇവൻ കൊണ്ടുവച്ചു. ഇനി ഇത് റിസ്ക് ഫ്രീ ആണ്. സോ ഇനി ഇത് 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും TP അടിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എന്ത് ചെയ്യും, ബ്രേക്ക് ഇവൻ അടിച്ചിട്ട് നോ ലോസ് നോ പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതിൽ 2-നാണ് ചാൻസ് കൂടുതൽ. സോ അവിടെ റിസ്ക് ഫ്രീ ആയി, നമ്മളവിടെ $500 ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സോ $500 എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല. നിങ്ങളിതൊരു 5000-ൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ $25 അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലേ. $25 ചെറിയ ഇതല്ല, 2000-3000 രൂപയോളം വിലയുള്ള സാധനമാണ്. ഓക്കെ, സോ $25 ഞാനവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈസി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, സാധനം ക്ലോസ് ചെയ്ത് വിട്ടു. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ 3rd സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ 3rd സ്റ്റെപ്പിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. സോ ഇതിന് പാർഷ്യൽ ബുക്കിംഗ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. പാർഷ്യലി നമ്മൾ ബുക്ക് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും ട്രേഡ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നുള്ളത്. പകുതി വന്നിട്ട് പോവോ ഫുള്ള് വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് പകുതി വന്നിട്ട് പോണവർക്കുള്ള ഒരു ടിപ്പാണ്. ഓക്കെ, സോ ടിപ്പ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, ലോസ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. അതായത് പകുതി വന്നിട്ട് SL അടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കി കിട്ടാൻ പറ്റും. സോ അത്രയും ആക്യുറേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ് ഇത്രയുള്ള ഈ ഒരു വീഡിയോ.
സോ നിങ്ങൾ ബാക്കി ഔട്ട്ഡ്രോ കണ്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നമ്മൾ ബാക്കി ഇതായിട്ട് വരാം കേട്ടോ. സോ ഗൈസ്, റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത് എല്ലാവർക്കും, ഒരു ബിഗിനേഴ്സിന് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.